ഗുഡ് മോർണിംഗ് പ്രിയമുള്ളവരെ. ഇന്ന് ഞാനൊരു പൂക്കളം ഇടുകയാണ്. ഓക്കെ, ഇന്നല്ല, ദിവസവും ഞാനിടുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. ഇതിൻ്റെ രൂപം കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഇതെന്താണ് ടീപ്പോയുടെ മുകളിലൊക്കെ ചെയ്യണത്? ടീപ്പോയുടെ മുകളിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ മുറ്റത്തിൻ്റെ സ്റ്റെപ്പിൻ്റെ അതുവരെയും വീട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പിൻ്റെ അതുവരെയും വെള്ളം വരും. അപ്പോൾ മുമ്പൊക്കെ ഞങ്ങൾ പൂവ് നിലത്താണ് ഇട്ടിരുന്നത്. നിലത്ത് കുറച്ച് ഉയരത്തിൽ മണ്ണൊക്കെ കൂട്ടി ചാണകം മെഴുകി ഗംഭീരമാക്കിയിട്ട് പൂവിട്ടു. അപ്പോൾ അത് ഒരു മഴ വന്നപ്പോൾ മഴ വെള്ളത്തിലെല്ലാം പോയി. അത് കോവിഡിന് മുമ്പായിരുന്നു. അപ്പോൾ കാലഘട്ടം അങ്ങനെയാണല്ലോ, കോവിഡിന് മുമ്പ്, കോവിഡിന് ശേഷം. കോവിഡിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചപ്പോൾ ഞാനൊരു ഐഡിയ കണ്ടെത്തി. കുറച്ചുകൂടി ഉയർന്ന മണ്ണ് കൊണ്ടെടുത്തിട്ടുണ്ടാക്കിയാൽ അത് പിന്നെയും 10 ദിവസം കഴിഞ്ഞാൽ അത് അവിടുന്ന് നീക്കം ചെയ്യണം. ഇപ്പോൾ പെർമനൻ്റ്ലി വെക്കാൻ പറ്റുന്ന എന്തൊരു സാധനമുള്ളത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് റൗണ്ട് ഷേപ്പിലുള്ള ഒരു ടീപ്പോയി ഓർമ്മ വന്നു. ഫർണിച്ചർ ഷോപ്പിലൊക്കെ കണ്ടിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ ഇതാണ്, ലീലുള്ളതാണ്, ഉരുട്ടി നടക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഐഡിയ. അവർക്ക് ഈ കോവിഡ് സമയത്ത് എന്താ സംഭവിച്ചു വെച്ചാൽ, നമുക്ക് ചാണകം കിട്ടാതെ, പശു ഒന്നുള്ള ആളുകൾ എവിടെയും ഇല്ല, ചാണകം ലഭ്യമല്ല, പൂക്കൾ ലഭ്യമല്ല, എന്നുവെച്ചാൽ മാർക്കറ്റിൽ പൂവുകൾ അവൈലബിൾ അല്ലാതായി. അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ടീപ്പോയ് വാങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് കുഴച്ച് നിരത്തിയിട്ട് അതിന് മുകളിൽ അതിങ്ങനെ പരത്തി വൃത്തിയാക്കിയിട്ട്, അപ്പോഴും നമുക്ക് ചാണകം അവൈലബിൾ അല്ലാതെ. ഇതിന് ചാണകം മെഴുകണം എന്നാണ് പണ്ട് മുതലുള്ളൊരു ശാസ്ത്രം. കാരണം അതിൻ്റെ ചാണകത്തിൻ്റെ സ്റ്റിക്കി രൂപത്തിന് അതിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. എന്തായാലും ഓണം ഒരു കാർഷികോത്സവമായതുകൊണ്ട് ചാണകത്തിനൊരു പ്രാധാന്യമുണ്ടതിൽ. ഓക്കെ, ചാണകം അവൈലബിൾ അല്ലാതെ ഞങ്ങൾക്ക് പാല് തന്നിരുന്ന ചേച്ചിയായിരുന്നു. ചേച്ചി പശുവിനെ അവർക്ക് നോക്കാൻ കഴിയാതായി, പുല്ല് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ആയപ്പോൾ അവരിപ്പോൾ പശുവിനെ വളർത്തൽ നിർത്തി. ചാണകം നോട്ട് അവൈലബിൾ. ഓക്കെ, അപ്പം മണ്ണ് തന്നെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു. മണ്ണ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ദിവസം അതിനെ നനയ്ക്കും. പഴയ പൂവൊക്കെ വാരി കളഞ്ഞിട്ട് നനച്ച് കഴിഞ്ഞാൽ അത് സ്റ്റിക്കിയാണ്, അപ്പോൾ അതിൽ വെക്കാൻ പറ്റും. അങ്ങനെ അതാണ് ടീപ്പോയുടെ മുകളിൽ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ മുറ്റത്തേക്ക് എടുത്ത് വെച്ചാൽ മതി, മഴവെള്ളം വന്നാലും ഒഴുകിപ്പോവുകയില്ല. അല്ല, ചിലപ്പോൾ ആളുകൾ വിചാരിച്ചിട്ടാവും ഞാൻ ഈ നിലത്തിരുന്നിട്ട് ചെയ്യാൻ പഠിച്ചിട്ട് ഇങ്ങനെ കസേരയിലിരുന്ന് സുന്ദരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അല്ല, അങ്ങനെയല്ല സംഭവിച്ചത്, ഇങ്ങനെയാണ് സംഭവിച്ചത്. പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിതിന് വന്നത്, പറഞ്ഞത്. ഓക്കെ, ഇനി പൂക്കളം ഇടുന്നത് കണ്ടോളൂ. എൻ്റെ സുന്ദരമായ പൂക്കളം കണ്ടിട്ട് അഭിപ്രായം പറയണേ.